ജീവിക്കാനുള്ള വീണ്ടും വിചാരം നേടണേ എന്ന് വിളിച്ചു പറയാനാണ് ഞങ്ങൾ വന്നത്. നിങ്ങളുടെ അരമനയുടെ അകത്തളത്തിൽ കഠാരയുമായി വരുന്ന, അല്ലെങ്കിൽ ദുരന്തവുമായി വരുന്ന, അനാശാസ്യതയുമായി വരുന്ന, വൃത്തികേടുമായി വരുന്ന രാവുകൾ പിറക്കരുതേ എന്ന് പറയാനാണ് ഞങ്ങൾ നിങ്ങളുടെ അടുക്കലേക്ക് വന്നത്. നിങ്ങൾ ആറ്റുനോറ്റ് പോറ്റുന്ന നിങ്ങളുടെ പൊന്നുമോൻ നിങ്ങളുടെ കഴുത്തിലേക്ക് കഠാര ഇറക്കുന്ന അത്രയും ക്രൂരമായ സാമൂഹിക ഘടനയിൽ നിന്ന് ഒന്ന് മാറി വരണമേ എന്ന് പറയാനാണ് ഞങ്ങൾ ഇങ്ങോട്ട് കടന്നു വന്നത്. പ്രിയമുള്ള സഹോദരന്മാരെ, അറിവ് നേടാൻ വേണ്ടി പറഞ്ഞുവിടുന്ന അറിവാലയങ്ങളുടെ നടുത്തളങ്ങളിൽ കഠാരകൾ കടന്നു വരികയും കലാപങ്ങൾ ഉയർന്നു വരികയും കലാപത്തിന്റെ കനൽക്കടകൾ മാനം മുട്ട ഉയരുകയും ചെയ്യുമ്പോ അരുത് കാട്ടാള എന്ന് വിളിച്ചു പറയാൻ കരുത്തുള്ള ഒരു പറ്റം വിദ്യാഭ്യാസ വിചക്ഷണന്മാർ ഇവിടെ ഉണ്ടാകണമെന്ന് ചിന്തിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. അതോടൊപ്പം തന്നെ നമ്മളെല്ലാവരും ഇന്ത്യക്കാരാണ്. ഇന്ത്യ മഹാരാജ്യത്തിന്റെ രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറി എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് രാജ്യത്തിന്റെ മൂല്യമറിയുന്ന, രാഷ്ട്രത്തോട് സ്നേഹമുള്ള ഇന്ത്യ മഹാരാജ്യം എന്റെ ജന്മരാജ്യമാണ്. ഇത് സംരക്ഷിക്കാൻ വേണ്ടി എന്റെ അവസാനത്തെ തുള്ളി രക്തവും കൊടുക്കാൻ ഒരു ദേശാഭിമാനിയായി ഞാൻ ഉണ്ടാകുമെന്ന് ആത്മാർത്ഥതയോടെ തെരുവിലിറങ്ങിയിട്ട്, വേണമെങ്കിൽ പടക്കളത്തിലിറങ്ങിയിട്ട് സംരക്ഷണത്തിന് വേണ്ട ഇടപെടൽ നടത്താൻ പറ്റുന്ന രാജ്യസ്നേഹികൾ ഇവിടെ ഉണ്ടാകണം. കാരണം എന്താണ്? ഇന്ത്യ എന്ന് പറയുന്നത് ഹൈന്ദവന്റെ രാജ്യമല്ല, ക്രൈസ്തവന്റെ രാജ്യമല്ല, ബൗദ്ധന്റെ രാജ്യമല്ല, പാഴ്സിയുടെ രാജ്യമല്ല. ഇന്ത്യ എന്ന് പറയുന്നത് ഇന്ത്യക്കാരുടെ മുഴുവനും രാജ്യമാണ്. അതുകൊണ്ട് ഇന്ത്യ മഹാരാജ്യത്ത് ശാന്തിയുടെയും സമാധാനത്തിന്റെയും നാളുകൾ ഉണ്ടാവൽ നമ്മുടെ എല്ലാവരുടെയും അനിവാര്യതയാണ്. പ്രിയമുള്ള സഹോദരന്മാരെ, ഹിന്ദുവിന്റെയും ക്രൈസ്തവന്റെയും ബൗദ്ധന്റെയും എന്നല്ല, ഇന്ത്യക്കാരന്റെ മുഴുവനുമാണ് ഇന്ത്യ മഹാരാജ്യമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ രാജ്യത്ത് അപകടകരമായ കൊലപാതകങ്ങൾ ഉണ്ടാകാൻ പാടില്ല. രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടിയോ രാഷ്ട്രീയപരമായ സങ്കുചിതത്വങ്ങൾക്ക് വേണ്ടിയോ അന്യനെ ഇല്ലായ്മ ചെയ്യുന്ന നശീകരണ രാഷ്ട്രീയ വളർച്ച ഇവിടെ ഉണ്ടായാൽ ഈ രാജ്യത്തിന് മുഴുവനുമായിട്ടാണ് കേടുവരിക. ഇത് പറയുമ്പോൾ ഞങ്ങൾ കേവലം ഇവിടെ നിന്ന് വിളിച്ചു പറയുക മാത്രമല്ല ചെയ്യുന്നത്. ഞങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ അമരക്കാരനായ ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദ് അവറുകൾ ഇപ്പോൾ ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്ന പ്രൈം മിനിസ്റ്ററോട് പോയി പറഞ്ഞു, ഇവിടെയുള്ള പിന്നാക്ക വിഭാഗങ്ങളെയും ഇവിടെയുള്ള മുഴുവൻ ജനങ്ങളുടെയും അവകാശങ്ങൾ സംരക്ഷിക്കുമ്പോഴാണ് ക്ഷേമകരമായ ഒരു രാജ്യത്തെ നിങ്ങൾക്ക് നയിക്കാനാവുക എന്ന്. ആവശ്യമുള്ളയിടത്ത് കരുത്തോടെ ഇടപെടുകയും ശക്തമായി സംഭാഷണം നടത്തുകയും കാലത്തിന്റെ ചുവരെഴുത്തുകൾ വായിക്കുകയും കുഴലൂത്തുകൾ കേൾക്കുകയും ചെയ്തുകൊണ്ട് ക്രിയാത്മകമായി ഇടപെടുകയും എന്നാൽ സ്വകീയമായ താല്പര്യങ്ങൾക്ക് വേണ്ടി മൂല്യങ്ങളെ ബലി കഴിക്കാതിരിക്കുകയും ചെയ്യുന്ന നിർമ്മാണാത്മകമായ ധർമ്മക്ഷേമ പ്രവർത്തനങ്ങളുടെ അതുല്യമായ ഒരു ജ്വാലയാണ് മഹത്തായി പ്രസ്ഥാനം ഇന്നേവരുടെ ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത്. ഇതിനെല്ലാമുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇതിന്റെ മുഴുവനും ആശയ സ്രോതസ് ഏതാണെന്ന് നിങ്ങൾക്കറിയുമോ? ലോകഗുരുവായ സയ്യിദുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വഅലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങളാണ്. അവിടുന്ന് വംശവെറിയുടെ അധ്യായങ്ങൾ പറഞ്ഞു തന്നവരല്ല, വർഗവെറിയുടെ അധ്യായങ്ങൾ പഠിപ്പിച്ചവരല്ല, മതം മാറിയാൽ കൊന്നുകളയണമെന്ന് പറയുന്നവരല്ല, ഏതു മതക്കാരനെയും മനുഷ്യനായി കാണണമെന്ന് പഠിപ്പിച്ച ഉത്തമമായ മൂല്യങ്ങളുടെ കാത്തിരിപ്പുകാരായി ഒരു വലിയ ജനതയെ ലോകത്തിന് മുമ്പിൽ അവതരിപ്പിച്ചു തന്ന നേതാവാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ആ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദർശനങ്ങളെയാണ് നെഞ്ചിലേറ്റുകയും കർമ്മപദത്തിലേക്ക് പുലർത്തുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ രാജ്യത്തെയും ഈ സമൂഹത്തെയും ഈ ജനതയും എല്ലാം നല്ലതിന്റെയും നീതിയുടെയും നിഷ്ഠയുടെയും വഴിക്ക് നടത്താനുള്ള ഏറ്റവും വലിയ ആർജവം ഏതാണെന്ന് ചോദിച്ചാൽ മദീനയിൽ നിന്നുള്ള മഹനീയമായ പാഠങ്ങളാണ്. മദീന ലോകത്തോട് വിളിച്ചു പറഞ്ഞത് എന്താണ്? തുണി ഉടുക്കാതെ നടന്ന ഒരു ജനതയോട് പറഞ്ഞു, മാന്യമായി നിങ്ങൾ വസ്ത്രം ധരിക്കണമെന്ന്. അതായിരുന്നു മുദ്രാവാക്യം മക്കയിൽ നിന്ന് മദീനയിൽ നിന്ന് മുഴങ്ങിയത്. മദ്യപന്മാരായി മത്താന്മാരായി കിടന്ന് മനുഷ്യന് ലഭിച്ച ഏറ്റവും വലിയ ഒരു മഹിഷ്ടമായ വിവേകത്തെ പണയം വെക്കുന്ന ലഹരി പദാർത്ഥങ്ങളുടെ ആറുകളിൽ തത്തിക്കളിച്ചുകൊണ്ടിരുന്ന ഒരു ജനതയോട് പറഞ്ഞു, നിങ്ങൾ മദ്യപിക്കാൻ പാടില്ല എന്ന്. പലിശാധിഷ്ഠിതമായ സാമ്പത്തിക വ്യവസ്ഥിതിയിലൂടെ പാവപ്പെട്ടവന്റെ കഴുത്തിൽ ബ്ലേഡ് വെച്ചുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക വ്യവസ്ഥിതിയുടെ മുമ്പിൽ നിന്നുകൊണ്ട് പറഞ്ഞു, അരുത്, നിങ്ങൾ പലിശയിലേക്ക് അടുക്കാൻ പാടില്ല എന്ന് പറയുക മാത്രമല്ല, പ്രായോഗികമായി ലോക ജനതയുടെ മുമ്പിലേക്ക് കോടിക്കണക്കിന് ജനങ്ങളെ അവതരിപ്പിച്ചു തന്നു ഇസ്ലാം. എന്നാൽ യൂറോപ്പ് ലോകത്തോട് വിളിച്ചു പറഞ്ഞത് എന്താണ്? ഉടുത്തു നടക്കുന്ന
നടക്കുന്നവരോട് പറഞ്ഞു അഴിച്ചിട്ടു നടക്കാൻ. ആരാണ് ലോകത്തിന്റെ കമ്പോളങ്ങളിൽ അർദ്ധനഗ്നകളെയും മുക്കാൽ നഗ്നകളെയും നഗ്നതാമ പ്രദർശനങ്ങളെയും അതുപോലെ തന്നെ ഉടുതുണിയില്ലാത്ത സമരങ്ങളെയും ലോകത്തിന്റെ മുമ്പിലേക്ക് കാഴ്ചവെച്ചത് ആരാണെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും ഒരേ സ്വരത്തിൽ പറയാനുള്ളത് അത് യൂറോപ്പിന്റേതായിരുന്നു എന്ന്. ധർമാധിഷ്ഠിതമായ കുടുംബജീവിതത്തിനപ്പുറം വിവാഹേതരമായ ലൈംഗിക ബന്ധം ആകാമെന്ന് വിളിച്ചു പറയുകയും അത് ലോക കമ്പോളത്തിൽ വിറ്റഴിക്കുകയും ചെയ്തത് ആരാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എവിടെയും ഒരു ഗവേഷണത്തിന്റെ ആവശ്യമില്ല. അത് യൂറോപ്പിന്റെ സംഭാവനയാണ്. പാവപ്പെട്ടവന്റെ നെഞ്ചത്ത് കയറി നിന്നുകൊണ്ട് മുതലാളി ഇവിടെ ഭരിച്ചുകൊള്ളണമെന്നും പാവപ്പെട്ടവന്റെ അധ്വാനത്തിന്റെ അംശം പലിശയായി ഈടാക്കണമെന്നുമുള്ള ഇൻട്രസ്റ്റ് ബേസ്ഡ് എക്കോണമി ഇവിടെ ലോകത്തിന് നൽകിയത് ആരാണ്? അതും യൂറോപ്പ് നൽകിയതായിരുന്നു. ഇങ്ങനെ ലോകത്തിന് മുഴുവനും ഏതൊക്കെ വിനാശങ്ങളുണ്ടോ, ഏതൊക്കെ നാശങ്ങളുണ്ടോ, ഏതൊക്കെ കെടുതികളുണ്ടോ, ഇത് മുഴുവനും ലോകത്തിന് സമ്മാനിച്ചത് ഇവിടെയുള്ള യൂറോപ്യൻ വിചാരങ്ങളാണ് എന്ന് പക്ഷപാതപരമായി പറയുകയല്ല, നിഷ്പക്ഷമായി നിങ്ങൾ വായിച്ചു നോക്കുക. നിങ്ങളൊന്ന് അറിഞ്ഞു നോക്കണം. സെപ്റ്റംബർ 11 ശേഷം തീവ്രവാദമില്ലായ്മ ചെയ്യാൻ എന്ന പേരിൽ ലോകത്തിന്റെ കമ്പോളങ്ങളിൽ 1 കോടിയോളം വരുന്ന മനുഷ്യരെ ഇല്ലായ്മ ചെയ്തത് ആരാണ് എന്ന് നിങ്ങൾ പഠിക്കണം. ഇപ്പോഴും സിറിയയുടെ അന്തരീക്ഷത്തിൽ റഷ്യയുടെയും അമേരിക്കയുടെയും വിമാനങ്ങൾ ബലാബലം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആരെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയാണ്? ഇതുപോലെ ലോകത്ത് മുഴുവനുമുള്ള പടക്കോപ്പുകൾ രാജ്യങ്ങൾക്ക് നൽകിയിട്ട് പരസ്പരം തല്ലിച്ച് 2 രാജ്യങ്ങൾക്കും 1000 കൊടുത്തിട്ട് പണം വാങ്ങി ഇളകിച്ചിരിക്കുന്ന ഭരണാധികാരികൾ ഏതു രാജ്യത്തിന്റെ ഭരണാധികാരികളാണ്? നിങ്ങൾ അറിയേണ്ടതുണ്ട്. ഇതെല്ലാം വേദനയിൽ നിന്ന് നിങ്ങളോട് പറഞ്ഞു പോവുകയാണ്. കാര്യങ്ങളെല്ലാം നിങ്ങൾ വായിച്ചറിയുന്നവരാണ്, കണ്ടറിയുന്നവരാണ്. അതുകൊണ്ട് നമ്മുടെ രാജ്യത്തിന് ഒരു മഹത്തായ സംസ്കാരമുണ്ട്. അത് സമത്വത്തിൻ്റെതാണ്, അത് സാഹോദര്യത്തിൻ്റെതാണ്, അത് ഐക്യത്തിൻ്റെതാണ്, അത് മഹിഷ്ടമായ ഭാവങ്ങളുടേതാണ്. നാനാത്വത്തിൽ ഏകത്വം മനസ്സിലാക്കുന്നതാണ്. ഈ രാജ്യത്തുള്ള എല്ലാ പൗരന്മാരുടെയും അവകാശങ്ങളെ സംരക്ഷിച്ചുകൊണ്ടുള്ളതാണ്. ഈ ഒരു നല്ല തിരിച്ചറിവിലേക്ക് നിങ്ങൾ ഓരോരുത്തരും കടന്നു വരണമെന്ന് പറയാനാണ് പ്രിയമുള്ളവരെ ഇത്തരം ഒരു ധർമ്മജാഗരണ യാത്ര ഞങ്ങൾ നടത്തുന്നത്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോക ജനതയുടെ മുമ്പിൽ അവതരിപ്പിച്ച മനോഹരമായ ദർശനങ്ങൾ കാലോചിതമായി വായിക്കാനും അവതരിപ്പിക്കാനുമുള്ള സുന്ദരമായ അധ്യായങ്ങളാണ് SSF ഇവിടെ തുറന്നുകൊണ്ടിരിക്കുന്നത്. ലോക ഗുരുവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹനീയമായ പാഠഭാഗങ്ങളെ കാലോചിതമായി ഏറ്റെടുത്തുകൊണ്ട് ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കാനുള്ള ഒരു ജനത വരണം. ഇതിന്റെ അർത്ഥം ഞങ്ങൾ കേവലമായ ഒരു മതപ്രചാരണം നടത്തുന്നു എന്നല്ല, എല്ലാവരെയും നന്മയിലേക്ക് ക്ഷണിക്കുന്നു. എല്ലാ മതക്കാർക്കും മനുഷ്യനായി ജീവിക്കാനുള്ള അവകാശങ്ങൾ വകവെച്ചു കൊടുക്കണമെന്നാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തോട് പറഞ്ഞു തന്നത്. നിങ്ങൾ ആലോചിച്ചു നോക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുകയാണ്, അഥവാ പലായനം നടത്തുകയാണ്, ഹിജ്റ പോവുകയാണ്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഴികാട്ടി ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ഒരു ജൂത സഹോദരന്റെ നാമമാണ് നമുക്ക് വായിക്കാനാവുക. ഇതിൽ നിന്നെന്ത് മനസ്സിലാക്കാം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വിഷയത്തിന് ആളെ തെരഞ്ഞെടുക്കുമ്പോ ആ വിഷയത്തിൽ കഴിവുള്ളവൻ ആരാണ് എന്ന് നോക്കുന്നു. അവിടെ മതമേതാണ്, ജാതി ഏതാണ് എന്ന് നോക്കി തൊട്ടുകൂടായ്മയോ തീണ്ടിക്കൂടായ്മയോ ഇല്ല. നന്മയുടെയും ക്ഷേമത്തിന്റെയും സൗഹാർദ്ദമാണ് ഇവിടെ കാണുന്നത്. അത് ഇസ്ലാമിന്റെ പ്രബോധനത്തിന്റെ ആദ്യഘട്ടമായിരുന്നുവെങ്കിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിൽ നിന്ന് മക്കയിലേക്ക് വന്ന് പിന്നെ വീണ്ടും മദീനയിലേക്ക് ചെന്ന് ലോകത്തോട് യാത്രയായ സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ ലോകത്ത് നിന്നുള്ള യാത്രയുടെ സമയത്ത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പടയെങ്കിൽ ഒരു ജൂത സഹോദരന്റെ അടുക്കൽ പണയത്തിലായിരുന്നു എന്ന് പറഞ്ഞാൽ മറ്റുള്ള മതവിഭാഗങ്ങളോടും ജനവിഭാഗങ്ങളോടുമെല്ലാം അവിടുന്ന് ആദാനപ്രദാനങ്ങളും ഇടപാടുകളും നടത്തിയിരുന്നു എന്നും ഒരു ബഹുസ്വര സമൂഹത്തെ എങ്ങനെയാണ് സമീപിക്കേണ്ടത് എന്ന് വളരെ മനോഹരമായി നമ്മുടെ മുമ്പിൽ പ്രസന്റ് ചെയ്തിട്ടുണ്ട് എന്നുമാണ് നാം അറിയേണ്ടത്, നാം മനസ്സിലാക്കേണ്ടത്. എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, നമ്മൾ നന്മയുടെ കാവലാളുകളായി, തിന്മയുടെ അന്ധകന്മാരായി, കാലത്തിന്റെ കാവലാളുകളായി, രാജ്യത്തിന്റെ സുരക്ഷാഭടന്മാരായി, നന്മയുടെ കുഴലൂത്തുകാരായി ഈ ലോകത്ത് നല്ലതിന്റെ മാതൃകകളാകണമെന്ന് ഹൃദയത്തിന്റെ അടിത്തറയിൽ നിന്ന് എന്റെ അനുവാചകരോട് ആവശ്യപ്പെടുകയാണ്. അല്ലാതെ നിങ്ങളുടെ കേവലമായ ഒരു സമ്മതിദാനം ഇവിടെ വേണ്ടതില്ല. വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രചാരണം നടത്തുന്ന പ്രസ്ഥാനമല്ല ഇത്. എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടിയാണ് ഇത്തരം ഒരു നവജാഗരണ ധർമ്മജാഗരണ മുന്നേറ്റം നടത്തുന്നത്. നിങ്ങൾ കൂടെയുണ്ടാകുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുകയാണ്. 1-2 ചെറിയ ഉദാഹരണങ്ങൾ പറഞ്ഞു
പറഞ്ഞുകൊള്ളട്ടെ. ലോകഗുരുവായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിലേക്ക് വിജയശ്രീലാളിതരായി കടന്നു വരികയാണ്. മക്ക വിജയം എന്ന ചരിത്രത്തിലെ ശോഭനമായ അധ്യായം രചിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നു വരുമ്പോ ഇന്നലകളിൽ ആക്രമണം അഴിച്ചുവിട്ട ആളുകളുണ്ട്, ഇന്നലകളിൽ ക്രൂരമായി പെരുമാറിയവരുണ്ട്, ഇന്നലകളിൽ കൊലക്കത്തിയെടുത്തവരുണ്ട്. ഒരുപാട് ദുരന്തങ്ങൾ ഇന്നലകളിൽ ഒരുപാട് ദുരന്തങ്ങൾ നടത്തിയവരുണ്ട്. അവരോടെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പകപോക്കുമെന്നായിരുന്നു ചില ആളുകളുടെ ഒക്കെ വിചാരം. എന്നാൽ എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്ന് നിങ്ങളോട് ആരോടും നമുക്ക് പ്രതികാരമില്ല, നിങ്ങളോട് ആരോടും ഞങ്ങൾക്ക് പ്രതിഷേധമില്ല, നിങ്ങൾക്ക് ഇവിടെ ശാന്തമായി ജീവിക്കാമെന്ന്. ഇതൊരു സൗഹാർദ്ദപരമായ പ്രഖ്യാപനമാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ പ്രസ്ഥാനം വിദ്യാലയങ്ങളിലും വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിലും മാത്രമല്ല നിലകൊള്ളുന്നത്. മഹാനരായ ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദ് അവരുടെ കാരുണ്യത്തിന്റെ സ്പർശം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഇവിടെയുള്ള ഹൈന്ദവരും ക്രൈസ്തവരും മതഭേദമില്ലാതെയുള്ള ജനങ്ങളാണ് എന്നുകൂടി നിങ്ങൾ അറിയേണ്ടതുണ്ട്. ഓർഫൻ ഹോം കെയർ പദ്ധതിയിലൂടെ കുരുന്ന് അനാഥകളായ മക്കൾ അവരുടെ വീട്ടിൽ മാതാക്കളുടെ തണലിൽ കഴിയുമ്പോ ജന്മം നൽകിയ പിതാവ് ജീവിച്ചിരിപ്പില്ല, അവരെ അനാഥാലയത്തിലാക്കാൻ പ്രായമായിട്ടുമില്ല. അങ്ങനെയുള്ള കുട്ടികൾക്ക് വീടുകളിൽ സംരക്ഷണത്തിന് ആവശ്യമായ പ്രതിമാസ ചെലവ് എത്തിച്ചു കൊടുക്കുന്ന സംവിധാനം കേരളത്തിൽ ഒരു സെക്കുലർ സംവിധാനമായി മഹത്തായ പ്രസ്ഥാനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ ചികിത്സാ കാർഡുകൾ, സാന്ത്വന കേന്ദ്രങ്ങൾ, ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും വേണ്ടിയാണ്. പ്രിയമുള്ളവരെ, നിങ്ങൾ അറിയണം, കേരളത്തിന്റെ നാലുകെട്ടിന്റെ ഉള്ളിൽ മാത്രമല്ല, കർണാടകയിലും തമിഴ്നാട്ടിലും ബീഹാറിലും ഗുജറാത്തിലും ആസാമിലും എല്ലാം ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ ബീഹാറിലെ കട്ടിഹാർ ജില്ലയിലെ ബാർസോയി എന്ന് പറയുന്ന ഗ്രാമത്തിലേക്ക് പോയി. ഞങ്ങൾ പോയത് എന്തിനാണ്? ദേശാടനത്തിന് വേണ്ടിയല്ല. അവിടെയുള്ള പതിതരുടെയും പാവപ്പെട്ടവരുടെയും കണ്ണീരൊപ്പാൻ ഞങ്ങളെ കൊണ്ട് കഴിയുന്ന ചെറിയ പ്രവർത്തനങ്ങൾ ചെയ്യാൻ. നമ്മുടെ മലയാളികൾ ഉടുത്തു മാറ്റിവെച്ച പഴയ വസ്ത്രങ്ങൾ ക്ലിയർ ചെയ്ത് വൃത്തിയാക്കിയിട്ട് ഡ്രൈ ക്ലീൻ ചെയ്ത് വൃത്തിയായി പാക്കുകളിൽ നിറച്ച് അവിടേക്ക് കൊണ്ടുപോയി അവിടെയുള്ള ഗ്രാമാന്തരങ്ങളിലെ പാവങ്ങൾക്ക് നൽകുന്നു. അവർക്ക് പെരുന്നാൾ കോടി കിട്ടിയതുപോലെ ആനന്ദത്തോടെ അവർ ഓടി നടക്കുകയാണ്. ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടി കഴിഞ്ഞ പരിശുദ്ധമായ റമദാൻ നിസ്കാര കുപ്പായ വിതരണത്തിന് വേണ്ടി നമ്മുടെ ആളുകൾ ഇവിടെ നിന്ന് പോയി. അതുപോലെ കുടിവെള്ളമില്ലാത്ത ഗ്രാമങ്ങളിൽ ചെന്ന് നൂറുകണക്കിന് കുടിവെള്ള പദ്ധതികൾ മഹാന്മാരായ ഉസ്താദുമാരുടെ നേതൃത്വത്തിൽ സാധുക്കളായ പ്രവർത്തകർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അറിയുമോ സഹോദരന്മാരെ, കുടിവെള്ള പദ്ധതികൾ നൽകുമ്പോ ഇത് ആർക്ക് കുടിക്കാനാണ്? മനുഷ്യന് കുടിക്കാനാണ്. അത് മാത്രമല്ല, ഇവിടെയുള്ള നാൽക്കാലികൾക്കും വേണമെങ്കിൽ കുടിക്കാനാണ്. ആ രീതിയിൽ പൊതുവായ സേവന പ്രവർത്തനങ്ങളുമായി ചെല്ലുമ്പോ വളരെ ദയനീയമായ പല കാഴ്ചകളും ഞങ്ങൾ കാണേണ്ടി വന്നിട്ടുണ്ട്. അപ്പോഴാണ് വെസ്റ്റ് ബംഗാളിലെ മാജിഗണ്ട എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഉൾഗ്രാമത്തിലേക്ക് ഞങ്ങൾ ഒരിക്കലെത്തി. പ്രിയമുള്ളവരെ, ഞങ്ങൾ കഥ വായിച്ചുകൊണ്ട് പറയുകയല്ല. ഞങ്ങളുടെ പ്രവർത്തന വഴിയുടെ ഇടയിൽ ചെറിയ ചെറിയ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദ് അവർ നേതൃത്വം നൽകുന്ന മഹനീയമായ പ്രവർത്തകരുടെ പ്രവർത്തനത്തിന്റെ വളണ്ടിയർമാരായി കടന്നു ചെല്ലുമ്പോൾ കാണാൻ കഴിഞ്ഞ കാഴ്ചകളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. വെസ്റ്റ് ബംഗാളിലെ മാജിഗണ്ടയിലേക്ക് കടന്നു ചെല്ലുമ്പോ അവിടെ അതാ പാടത്ത് പണിയെടുത്ത് ജീവിക്കുന്നവരാണ് അവിടെയുള്ള ഭൂരിപക്ഷവും. കടുകുപാടങ്ങളിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ പണിയെടുത്തിട്ട് ഉമ്മയും മക്കളും മാതാവും മക്കളും അവിടെ കഴിഞ്ഞുകൂടുകയാണ്. അറിവ് നേടാനുള്ള അവസരങ്ങളില്ല, വിവരം നേടാനുള്ള സാഹചര്യങ്ങളില്ല, വിദ്യാലയങ്ങൾ സുലഭമല്ല. അവിടെയാണ് മർക്കസു സഖാഫത്ത് സുന്നിയ ത്വയ്ബ ഗാർഡൻ എന്ന പേരിൽ മനോഹരമായ ഒരു വിദ്യാലയം പണിതു. അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുടെ അവസ്ഥ അറിയുമോ? 50-60 വയസ്സുള്ള സഹോദരിമാരാണ് വീട്ടുവേലയുടെയും വയലേലകൾ പണിയെടുക്കുന്നതിന്റെയും ഇടയിൽ 2-3 മണിക്കൂർ വന്നിരുന്നു കൊണ്ട് അറിവിന്റെ ആദ്യാക്ഷരങ്ങൾ നേടുകയാണ്. ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ ആദ്യാക്ഷരം മുതൽ ഖുർആൻ പാരായണം വരെ എത്തിയ ഒരു ബാച്ചിനോട് ഞങ്ങൾക്ക് അവരുടെ പാരായണം കേൾക്കാനിടയായി. നിങ്ങൾ അറിയുമോ സഹോദരന്മാരെ, മുളയുടെ കീറുകൾ കെട്ടിയുണ്ടാക്കിയിട്ട് 2 ഭാഗത്തും മണ്ണെറിഞ്ഞ മതിലുണ്ടാക്കി മേലെ ഷീറ്റ് വെച്ച് ജീവിക്കുന്നവരാണ് അവിടെയുള്ള നല്ലൊരു ഭൂരിപക്ഷവും. അവർ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയാണ് കഴിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുന്നത്.
അവർക്ക് വേണ്ടത് അന്നമാണ്, കിടക്കാൻ ഇടമാണ്, കുടിക്കാൻ വെള്ളമാണ്, നടക്കാൻ വഴിയാണ്, വെളിച്ചം കാണാനുള്ള സംവിധാനങ്ങളാണ്. എത്രയോ ഗ്രാമങ്ങളിൽ ഇപ്പോഴും വൈദ്യുതി എത്തിയിട്ടില്ല എന്നത് ദയനീയമായ ഒരു യാഥാർത്ഥ്യമാണ്. ഞങ്ങൾ ആദ്യമായി ബീഹാറിലെ കട്ടിഹാർ എന്ന് പറയുന്ന പ്രദേശത്ത് ചെല്ലുമ്പോ ഞങ്ങളെ ഒരു ഗ്രാമത്തിലേക്ക് കൊണ്ടുപോയി. താമസിപ്പിക്കാൻ നല്ല ഒരു വീടില്ല. ആ ഗ്രാമീണർ അവരുടെ ദാരിദ്ര്യത്തിന് നടുവിലും ആതിഥ്യത്തിന് വേണ്ടിയുള്ള നെട്ടോട്ടത്തിലാണ്. ഞങ്ങൾക്കൊരു വീട് തരാൻ, താമസിക്കാൻ ഒരു ഇടം തരാൻ. ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾക്ക് അങ്ങനെയുള്ള സൗകര്യങ്ങളൊന്നും ആവശ്യമില്ല, ഞങ്ങൾ നിങ്ങളോടൊപ്പം ജീവിക്കാൻ വന്നവരാണ്. അങ്ങനെ ഒരു നിസ്കാര പള്ളിയോട് ചേർന്ന ഒരു ചായ്പിന്റെ ഉള്ളിൽ ഞങ്ങൾ 1-2 ദിവസം കഴിച്ചുകൂട്ടി. അപ്പോഴാണ് ജീവിത യാഥാർത്ഥ്യങ്ങളെ അറിയാൻ കഴിയുന്നത്. പരിശുദ്ധമായ മർക്കസു സഖാവത്ത് സുന്നിയ അവിടെ തുറന്ന വിദ്യാലയങ്ങളിലേക്ക് രാവിലെ മാതാപിതാക്കളും മക്കളും ഒരുമിച്ച് വരുന്ന കാഴ്ച അവരറിവിന് വേണ്ടി ദാഹിക്കുകയാണ്. ഇവിടെ ആരാണ് സമാധാനത്തിന്റെ വഴിയൊരുക്കാനുള്ളത്? അവർക്ക് വേണ്ടിയാണ് കാലം കാത്തിരിക്കുന്നത്. അതുപോലെ കൽക്കട്ടയുടെ ഗ്രാമാന്തരങ്ങളിൽ നിങ്ങൾ പോയി നോക്കിയാൽ എപ്പോഴും വെടിയൊച്ചകൾ കേട്ടുകൊണ്ടിരിക്കുന്ന ജമ്മു ആൻഡ് കശ്മീരിലെ പൂഞ്ചിലും ബാരാമുള്ളയിലും ശ്രീനഗറിലും അതുപോലെയുള്ള സ്ഥലങ്ങളിലെല്ലാം ചെന്നാൽ ഒരുപാട് ദുരന്തങ്ങളുടെ കാഴ്ചകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. അതിന്റെ ഇടയിലും ആളുകൾ അറിവിന് വേണ്ടി ദാഹിക്കുകയാണ്. ഞങ്ങൾ കഴിഞ്ഞ മാർച്ച് മാസം ഏറ്റവും കോൾഡസ്റ്റ് നൈറ്റിൽ ഞങ്ങൾ ജമ്മു ആൻഡ് കശ്മീരിൽ ഉണ്ടായിരുന്നു. രാവിലെ ഞങ്ങൾ ജമ്മുവിലേക്ക് എത്തിച്ചേരുമ്പോൾ അവിടെ അതാ ഒരു പറ്റം ആളുകൾ അഭയാർത്ഥികളായി കിടക്കുകയാണ്. നമ്മൾ നാട്ടിൽ നിന്ന് പഠിച്ച ഒരു ചാരിറ്റി സംവിധാനമുണ്ട്, നാട്ടിൽ നിന്ന് അറിഞ്ഞ ചില കാരുണ്യ പ്രവർത്തനങ്ങളുണ്ട്. ഞങ്ങൾ അവിടെ താമസിക്കുന്ന റൂമിന്റെ വാതിൽക്കൽ ചില ആളുകൾ വന്നിട്ട് പറഞ്ഞു അവിടെ കുറച്ച് അഭയാർത്ഥികളുണ്ട് എന്ന്. അപ്പൊ ഞങ്ങൾ സ്വാഭാവികമായും അവിടേക്ക് കടന്നു ചെന്നപ്പോൾ അവിടുത്തെ പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ ആളുകളുണ്ട്, അതുപോലെ തന്നെ അന്നത്തിന് വഴിമുട്ടിയ ജനങ്ങളുമുണ്ട്. അവരുടെ മുമ്പിൽ ചെന്നപ്പോൾ പോലീസുകാർ പറഞ്ഞു ഇത് അനധികൃതമായി ഇവർ കയറി കിടക്കുകയാണ്, ഇവരെ ഒഴിവാക്കി തരണം. അപ്പോൾ ഞങ്ങൾക്ക് അവരോട് എന്ത് പറയാനാണ്? മറുഭാഗത്ത് വന്നു നിന്നുകൊണ്ട് കുട്ടികൾ കരയുകയാണ്, ഉമ്മമാർ തേങ്ങുകയാണ്, മാതാക്കൾ കരയുകയാണ്. ഹംകോ റൊട്ടി ഖിലാദോ, ഹംകോ ചാവൽ ഖിലാദോ, ഹംകോ പാനി ദേ ദോ, ഹംകോ കുച്ച് ഖാനെ കോ നഹീ ഹേ, ഹംകോ കുച്ച് മദദ് കരോ, മൗലാന സാഹബ് ഹംകോ കുച്ച് ദേ ദോ എന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾ അവിടെ നിന്ന് അപേക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കേരളത്തിൽ നിന്ന് പഠിച്ച ഒരു കൊടുനീതിയുടെയും കരുണയുടെയും മനസ്സ് ഞങ്ങളുടെ പക്കലുണ്ട്, അത് മാത്രമേ ഞങ്ങളുടെ കയ്യിലുള്ളൂ. അവിടെയുള്ള പോലീസുകാരോട് പറഞ്ഞു ഞങ്ങൾ ഇതുപോലെയുള്ള ചില ക്ഷേമ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരാണ്, അതുകൊണ്ട് ഞങ്ങൾ ആ പൂഞ്ചിലെ MLA-യോടൊന്ന് ബന്ധപ്പെട്ടു നോക്കാം. നമ്മുടെ പ്രവർത്തനങ്ങളിൽ ഷൗക്കത്ത് നഈമിയുമായൊക്കെ വലിയ ബന്ധമുള്ള ആളാണ്. വിളിച്ചു നോക്കിയപ്പോൾ അദ്ദേഹം വളരെ ദൂരെയുള്ള ഒരു സ്ഥലത്താണ്. ഞങ്ങൾക്ക് പറയാനുള്ളത് പറഞ്ഞു. അത് കഴിഞ്ഞ് കമ്പോളത്തിലേക്ക് പോയി അവർക്ക് ഭക്ഷണത്തിന് ആവശ്യമായ വിഭവങ്ങൾ വാങ്ങിക്കൊണ്ടുവന്ന് കുട്ടികൾക്ക് ആവശ്യമായ റൊട്ടിയും വാങ്ങിക്കൊണ്ടുവന്ന് ഇത് പറയുമ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ കീശയിൽ നിന്ന് എടുത്തിട്ടല്ല ചെയ്യുന്നത്, നിങ്ങളെപ്പോലെയുള്ള പാവങ്ങൾ നിന്ന സംഖ്യകൾ കൊണ്ടുള്ള പ്രവർത്തനമായതുകൊണ്ട് പറയാതിരിക്കാൻ വയ്യ. അങ്ങനെ ഞങ്ങൾ അന്നപാനീയങ്ങളും മറ്റുമൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് വാഹനത്തിൽ വെച്ചുകൊണ്ട് അവിടെയുള്ള 1-2 രക്ഷിതാക്കളോട് പോയി പറഞ്ഞു നിങ്ങൾ തിരക്ക് കൂട്ടിയാൽ ഞങ്ങൾക്ക് തരാൻ കഴിയില്ല, അതുകൊണ്ട് നിങ്ങൾ സമാധാനം പാലിക്കണം, ഇത് പാചകം ചെയ്തു കൊടുക്കാനുള്ള മനസ്സ് നിങ്ങൾ കാണിക്കണം, കുട്ടികൾക്ക് ഈ റൊട്ടി കൊടുക്കണം. ഞങ്ങൾക്കാണെങ്കിൽ നാട്ടിലേക്ക് വരാനുള്ള ഫ്ലൈറ്റിന്റെ ടൈമും അടുത്തിരിക്കുന്നു. വളരെ സൗമനസ്യത്തോടെ അവർ ഞങ്ങളുടെ കയ്യിൽ നിന്ന് അന്നപാനീയങ്ങൾ വാങ്ങി കൈ ഉയർത്തിയിട്ട് പടച്ചവനോട് ദുആ ചെയ്യുന്നു. ഹലോ മൗലാന സാഹബ്, ആപ് ജോ ഹത്തി ആത്മീ ഹേ, നിങ്ങൾ മനുഷ്യരാണ്, നിങ്ങൾ ഞങ്ങളെ നോക്കി വന്നല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അവർ അവിടുന്ന് വളരെ പ്രയാസത്തോടുകൂടി എന്നാൽ അവർക്ക് കിട്ടിയ സന്തോഷത്തോടുകൂടി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനാ വചസ്സുകളോടെ യാത്രയാക്കി. ഇതുപോലെ ഏതെല്ലാം ഇടങ്ങളിലാണ് ദൈന്യത അനുഭവിക്കുന്നത്. കേവലം കശ്മീരിന്റെ കഥയല്ല, ബീഹാറിന്റെ കഥയല്ല. നിങ്ങൾ കർണാടകയിലെ ബെല്ലാരിയിലേക്ക് പോയി നോക്കൂ, ദാരിദ്ര്യത്തിന്റെ തീച്ചൂളയിൽ കിടക്കുന്ന ജനങ്ങളെ കാണാൻ പറ്റും. തമിഴ്നാട്ടിലെ കൊഴിഞ്ഞാമ്പാറയിലേക്ക് പോയി നോക്കൂ, നിങ്ങൾക്ക് അവിടെ ഞങ്ങൾ ഗ്രാമങ്ങളിലേക്ക് പോയിട്ടുണ്ട്. അൽഹംദുലില്ലാ, വിദ്യാലയങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങളും ചെയ്യാൻ കേരളത്തിലെ പ്രവർത്തനങ്ങൾക്കിടയിൽ മഹാന്മാരായ ഞങ്ങളുടെ ഗുരുവര്യന്മാരുടെ ഉപദേശത്തോടെ ഞങ്ങൾ ഇത്തരം സ്ഥലങ്ങളിലേക്കൊക്കെ കടന്നു പോകാറുണ്ട്. ഒന്നുകൂടി നിങ്ങൾ അറിയേണ്ടതുണ്ട്, ഇതെല്ലാം പറയുമ്പോ അനന്തപുരിയുടെ പെരുമാറിൽ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി നിലവിളിക്കുന്ന ക്യാൻസർ രോഗികളുണ്ട് എന്ന് നിങ്ങൾ അറിയണം, മറന്നു പോകാൻ പാടില്ല. ഞങ്ങൾ തിരുവനന്തപുരം ജില്ലയിൽ മഖ്ദൂമിയ ദഅവാ കോളേജ് എന്ന സ്ഥാപനം നടത്തുന്നവരാണ്. 3 വർഷം മുമ്പ് ഒരു പെരുന്നാൾ ദിവസം ഭക്ഷണം കൊടുക്കാമെന്ന് കരുതി ഒരു 500 പൊതി ഭക്ഷണവും തയ്യാറാക്കി തലേന്ന് ഞങ്ങൾ ടോക്കൺ വിതരണം ചെയ്ത് ഡെന്റൽ ഹോസ്പിറ്റലിന്റെ മുമ്പിൽ നിൽക്കുമ്പോഴാണ് പടച്ചവനെ ആയിരക്കണക്കിന് ആളുകളുടെ നീണ്ട നിരയിൽ ഞങ്ങൾ ഈ 500 പൊതി കൊണ്ട് എന്ത് ചെയ്യാനാണ്? ഞങ്ങൾക്ക് നേരത്തെ കൊടുത്ത് പരിചയമില്ലായിരുന്നു, ഞങ്ങൾക്ക് ഇതിന്റെ ശീലമറിയില്ല. അവസാനം ടോക്കണുമായി വന്ന ആളുകൾക്ക് കൊടുക്കുമ്പോൾ
കൊടുക്കുമ്പോ ഒരു ഉമ്മ ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഭക്ഷണം സ്വീകരിച്ചിട്ട് പറഞ്ഞു, 21 ദിവസമായി മക്കളെ ഒരു നല്ല ഭക്ഷണം കഴിച്ചിട്ട് നിങ്ങൾ ഈ പെരുന്നാൾ ദിവസമെങ്കിലും ഒരു പൊതി ചോറ് തന്നല്ലോ, അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ് അതാ ഉമ്മ ആ ചോറ് വാങ്ങി വെച്ചുകൊണ്ട് അവിടെ നിന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോഴാണ് മറുഭാഗത്ത് നിന്നൊരു സഹോദര സമുദായത്തിലെ ഒരു സഹോദരി വന്നുകൊണ്ട് അതിൽ പ്രധാനപ്പെട്ട വളണ്ടിയർ എന്ന നിലക്ക് എന്നോട് പറഞ്ഞു, സാറേ എന്റെ കയ്യിൽ ടോക്കൺ ഒന്നുമില്ല, എന്റെ അപ്പീന്ന വാർഡിൽ കിടക്കുകയാണ്, ഒരു പൊതി ചോറ് തരുമോ എന്ന് ചോദിച്ചു. എങ്ങനെയാണ് കൊടുക്കാതിരിക്കുക? ടോക്കൺ ഉള്ളവർക്ക് എങ്ങനെയാണ് നൽകാതിരിക്കുക? ഏതായാലും ആ മാതാവിന്റെ കയ്യിൽ കുരുന്നിന് വേണ്ടിയും മാതാവിന് വേണ്ടിയും ഒരു പൊതി ചോറ് കൊടുത്തു. ഞാൻ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം വന്നുണ്ടായി. ഈ ത്രിവർണ്ണ പതാക പിടിച്ച് ശുഭ്രവസ്ത്രധാരികളായി SSF ജിന്ദാബാദ് എന്ന്, ധർമ്മവിപ്ലവം ജിന്ദാബാദ് എന്ന് വിളിക്കുന്ന ഈ പാവപ്പെട്ട SSFന്റെ പ്രവർത്തകര് ഈ കാഴ്ച കണ്ടുകൊണ്ട് നേരെ ഭീമാപ്പള്ളിയിലെ ഓരോ വീട്ടിലേക്കും കയറി. പെരുന്നാൾ ദിവസമാണല്ലോ, എല്ലായിടത്തും നല്ല ഭക്ഷണം ഉണ്ടാകുമല്ലോ. അവർ ഓരോ വീട്ടിൽ കയറിയിട്ട് പറഞ്ഞു, ഇന്നുണ്ടാക്കിയ ഭക്ഷണത്തിൽ നിന്ന് ഒരു പൊതി ചോറിങ്ങി തരണം. അങ്ങനെ നിമിഷങ്ങൾക്കകം 1000 പൊതി ഭക്ഷണം കൂടി നമ്മുടെ SSFന്റെ പ്രവർത്തകർ കൊണ്ടുവന്നു. അൽഹംദുലില്ലാ, അന്ന് കുറച്ചു പേർക്ക് കൂടി നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞു. അവിടെ നിന്ന് തുടങ്ങിയ പ്രവർത്തനമാണ് എല്ലാ മാസവും ആയിരക്കണക്കിന് ആളുകൾക്ക് RCCയിലും മെഡിക്കൽ കോളേജിലുമുള്ള രോഗികൾക്കും ആശ്രിതർക്കും ഭക്ഷണം കൊടുക്കുന്ന സംവിധാനം SYSന്റെയും നമ്മുടെ സ്ഥാപന സമ്പ്രദായങ്ങളുടെയും കീഴിൽ നടക്കുന്നുണ്ട്. കരുനാഗപ്പള്ളി ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഭക്ഷണം കൊടുക്കാൻ സഹായിച്ചവരും പ്രവർത്തിച്ചവരും എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടാകാം. അതുപോലെ തന്നെ ലെപ്രസി ഹോസ്പിറ്റലിൽ ഭക്ഷണം കൊടുക്കാൻ പോയവരുണ്ടാകാം. വർക്കലയിലെ കഷായ ആശുപത്രിയിലേക്ക് ഞങ്ങൾ നേരിട്ട് തന്നെ പോകാൻ അവസരമുണ്ടായിട്ടുണ്ട്. പാലോട് പ്രൈമറി ഹെൽത്ത് സെന്ററിൽ, കോട്ടയം മെഡിക്കൽ കോളേജിൽ ഇതുപോലെ ഞങ്ങളെ കൊണ്ട് കഴിയുന്ന പ്രവർത്തനങ്ങൾ ഈ നാട്ടിൽ മാത്രമല്ല വിവിധങ്ങളായ നാടുകളിൽ നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ നന്മയുടെയും നീതിയുടെയും കരുണയുടെയും നിഷ്ഠയുടെയും മഹിഷ്ടാധ്യായങ്ങളെ മനസ്സിലേക്ക് ഏറ്റെടുത്ത് കാലത്തിന്റെ കാവലാളുകളായി നന്മയുടെ പ്രതീകങ്ങളായി മാറാൻ ഒരു ജനതയെ രൂപപ്പെടുത്തുക എന്നതാണ് ഞങ്ങൾ മുന്നിൽ കണ്ടിരിക്കുന്ന പ്രവർത്തനം. ഇതിൽ വർഗഭേദമില്ല, വർണ്ണഭേദമില്ല, ജാതിഭേദമില്ല, ദേശഭേദമില്ല. ആരാണോ കരുണ ആഗ്രഹിക്കുന്നത് അവർക്ക് കരുണ നൽകാൻ വേണ്ടി കാത്തിരിക്കുന്ന കരങ്ങൾ ഉണ്ടാവണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതേ സമയത്ത് ന്യൂ ജനറേഷൻ ഇയർഫോൺ തിരികിയിട്ട് അതാ വിഷ്വൽ മീഡിയയും കണ്ട് തെരുവിലൂടെ നടന്നാൽ അടുത്ത് കിടന്നിട്ട് അമ്മാവാ ഒരു പൊതി ചോറുതായോ, ഒരു പിടി ചോറുതായോ എന്ന് പറയുന്ന വിളിയാണം കേൾക്കാൻ ഇന്നത്തെ ന്യൂ ജനറേഷന് കഴിയുന്നില്ല. കാരണം അവന്റെ ചെവി അടഞ്ഞിരിക്കുകയാണ്, കണ്ണ് ബന്ധിതമാണ്. പിന്നെ എങ്ങനെയാണ് പാവപ്പെട്ടവന്റെ നിലവിളി കേൾക്കുക? എന്നെ ഒന്ന് രക്ഷിക്കണേ എന്ന് വിളിച്ചു പറയുന്നത് കേൾക്കുക? ഒരിക്കൽ ഞങ്ങൾ കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിൽ ചെന്നിറങ്ങിയപ്പോ എല്ലാവരും ആകുലതയോടെ വേദനയോടെ നിൽക്കുകയാണ്. കാരണം എന്താണ്? ഒരു ന്യൂ ജനറേഷൻ വിദ്യാർത്ഥി ഇയർഫോൺ തിരികിയിട്ട് റെയിൽവേ ട്രാക്കിലൂടെ നടക്കുകയാണ്, പാട്ട് കേട്ട്. ട്രെയിൻ വരുന്നത് അറിയുന്നില്ല. എല്ലാവരും വിളിച്ചു ബഹളമുണ്ടാക്കി. കേൾക്കാൻ കഴിയണ്ടേ അവന്റെ ചെവിയിൽ യന്ത്രങ്ങളാണ്. ആ ട്രെയിൻ കയറിയിട്ട് ആ ചെറുപ്പക്കാരൻ മരിച്ചുപോയി, ഒരു വിദ്യാർത്ഥി. ഇത് കാണുമ്പോ എല്ലാവർക്കും പ്രയാസമുണ്ട്. പക്ഷേ ഇത് കേവലം ഒരു ട്രെയിനിന്റെ വിളിയാളമല്ല നമ്മുടെ ജനത കേൾക്കാതെ പോകുന്നത്. ഇവിടെയുള്ള പാവപ്പെട്ടവന്റെ പ്രായമേറിയ ഉപ്പാപ്പയും ഉമ്മാമയും വലിയപ്പനും വലിയമ്മയും കിടന്ന് നിലവിളിക്കുമ്പോ ആ നിലവിളി കേൾക്കാൻ പറ്റുന്ന കാതുകളില്ലാതെയായി പോയി. അതുപോലെ തന്നെ സഹായം തേടുന്നവർക്ക് സഹായം നൽകാൻ അവസരമില്ലാതെയായി പോയി. ഇവിടെയാണ് നമ്മൾ മോക്ഷത്തിന്റെയും മോചനത്തിന്റെയും കരുണയുടെയും മഹിതാധ്യായങ്ങൾ രൂപപ്പെടുത്തേണ്ടത്. അൽഹംദുലില്ലാ, നമ്മുടെ വിശിഷ്ടാതിഥി നമ്മുടെ വേദിയിലേക്ക് വരുന്നു. الأمر المطاع جئت شرفت المدينة مرحبا يا خير داع شكرا جزاكم الله خيرا. പ്രിയമുള്ളവരെ, നിങ്ങൾ ഈ നാട്ടിൽ വലിയ ഭാഗ്യം ചെയ്തവരാ. ഇത്തരമൊരു വിശിഷ്ടാതിഥിക്ക് വേണ്ടി മാസങ്ങൾക്ക് മുമ്പ് ബുക്ക് ചെയ്ത് കാലങ്ങൾ കാത്തിരുന്ന് എത്തിച്ചേരുന്നതൊക്കെ ആർത്തിയോടെ ഇരുന്ന് പിന്നെ ലഭിക്കേണ്ട ഒരു ഗസ്റ്റിനെ വളരെ യാദൃച്ഛികമായിട്ടാണ് ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് ഈ നാട്ടിലേക്ക് ലഭിച്ചിട്ടുള്ളത്. നമ്മുടെ ഇളമ്പള്ളൂർ മഹല്ല് ജമാഅത്തിൽ നടന്നു വരാറുള്ള ഖുതുബിയത്തിന്റെ മജ്ലിസ്, അതിന്റെ വാർഷികവുമായി ബന്ധപ്പെട്ട ജീലാനി പ്രോഗ്രാമിലേക്ക് അവിടുത്തെ കമ്മിറ്റിക്കാർ എത്രയോ മാസങ്ങൾക്ക് മുമ്പ് ആലോചിച്ച് ക്ഷണിച്ചു വരുത്തിയതിനിടയിൽ നമുക്ക് കിട്ടിയ ചെറിയ ഒരു ഇടവേളയാണ്, വലിയ ഒരു ചാൻസ് ആണ് ഇത് എന്നെല്ലാവരും മനസ്സിലാക്കണം.
അല്ലാഹു തആല അവർക്കൊക്കെയും ആഫിയത്തും ദീർഘായുസ്സും നൽകുമാറാകട്ടെ. അദ്ദേഹത്തോടൊപ്പം അവിടുത്തെ മഹല്ല് ഭാരവാഹികളും അതുപോലെ തന്നെ സ്നേഹിതരും ഒക്കെ വന്നിട്ടുണ്ട്. അല്ലാഹു തആല അവർക്കും ഖൈറും ബർക്കത്തും നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാ ഫരിഹ്നാ ബിഖുദൂമിക്കും ഇലാ ഹാദിഹിൽ മിനസ്സ. نحن اجتمعنا ها هنا بمناسبة إظهار منظمة الطلبة السنية تحت إشراف جمعية العلماء السنيين برئاسة الشيخ أبو بكر أحمد حفظه الله ورعاه. نرحبكم ترحيبا إلى هذه المنصة وإلى هذا البرنامج. إن شاء الله بعد لحظات لكم أن تقدموا لدى الناس بعضا من النصائح الأقوال القيمة لإرشاد هذه الأمة المحمدية. جمعنا الله سبحانه وتعالى في دار الأمان مع سيد ولد عدنان. خاصة فرحنا بقدومكم من البغداد من جناب الشيخ عبد القادر الجيلاني قدس الله سره العزيز ورحمة الله عليه. പ്രിയമുള്ളവരെ, ഞാനിനി നീട്ടുന്നില്ല. ബഹുമാനപ്പെട്ടവർ നമുക്ക് അല്പസമയം നസീഹത്തും നല്ല ദുആയും ചെയ്തു തരും. അൽഹംദുലില്ലാ, പ്രിയമുള്ളവരെ, വളരെയേറെ പ്രയാസങ്ങളും ദുരന്തങ്ങളും അനുഭവിക്കുന്ന ഒരു നാട്ടിൽ നിന്നാണ് അവർ വന്നിട്ടുള്ളത്. ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും സ്വീകരിക്കുമാറാകട്ടെ. മഹത്തായി പ്രസ്ഥാനത്തിന്റെ സന്ദേശങ്ങൾ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും പരിശുദ്ധമായ ഇസ്ലാമും എന്താണോ നമുക്ക് നൽകിയത് ആ നന്മകളെ ലോകത്തിന് വിതരണം ചെയ്യാൻ വേണ്ടിയാണ് ഇത്തരം ഒരു മഹത്തായ പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവിധ സഹായ സഹകരണങ്ങളും നിങ്ങൾ ചെയ്തു തരണം. ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ടവരുടെ നസീഹത്തും നല്ല പ്രൗഢമായ ദുആയും നമുക്കിവിടെ ഉണ്ടാകും.